പ്രബുദ്ധ കേരളം എന്ന് നമ്മുടെ നാടിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഈ കേരള നാട് പ്രബുദ്ധമാണെന്ന് ഇപ്പോഴിതാ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം, LDF ഭരണം എന്ന് പറയാനൊക്കെ ഇല്ല, അദ്ദേഹത്തിൻ്റെ ഒരു താന്തോന്നിത്വം അത് കേരളത്തിലെ ജനത വോട്ട് ചെയ്ത് അവസാനിപ്പിച്ചു. അങ്ങനെ അവർ ഒന്നാമതായി പ്രബുദ്ധരാണെന്ന് തെളിയിച്ചു. രണ്ടാമത് ഈ തിരഞ്ഞെടുപ്പിൽ അവർ മറ്റൊരു കാര്യം കൂടി തെളിയിച്ചു. അതായത് UDFന് 102 സീറ്റ് നൽകി. പക്ഷേ അതിൽ മുസ്ലിം ലീഗിന് നേടാൻ കഴിഞ്ഞത് 22 സീറ്റ്. 22 സീറ്റാണ് ഈ കേരള ജനത മുസ്ലിം ലീഗിന് കൊടുത്തത്. പക്ഷേ ഈ 102-ൽ നിന്നും 22 കുറച്ചാൽ 80 സീറ്റുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിക്ക്. അപ്പോൾ എന്ത് പറ്റി? മുസ്ലിം ലീഗ് ഇല്ലെങ്കിലും കേരള ഭരണം സുഗമമായി നടത്താനുള്ള അധികാരം, അവകാശം കേരള ജനത നൽകി. അങ്ങനെ ജമായത്തെ ഇസ്ലാമിൻ്റെ പിടിയിൽ നിന്നും സതീശൻ ഭരണത്തെ മോചിപ്പിക്കത്തക്ക തരത്തിൽ ആണ് കേരള ജനത ഇപ്പോൾ വോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്നും കേരള ജനത പ്രബുദ്ധരാണെന്ന് നമുക്ക് ധൈര്യം പറയാമല്ലോ. ഈ PM ശ്രീ പദ്ധതി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അറബിക്കടലിൽ എറിയും എന്ന് പറഞ്ഞ് നടന്ന മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഇപ്പോഴവർ ഈ കഴുത കരഞ്ഞ് കാമം തീർക്കുന്നു എന്ന് പറഞ്ഞതുപോലെ സതീശനെ തെറി വിളിച്ച് അവരുടെ രോഷം തീർക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ്. കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് ഓരോ ബ്ലോക്കിലെയും തെരഞ്ഞെടുത്ത സ്കൂളുകൾ അത് പ്രത്യേകമായി വികസിപ്പിക്കുകയും അതിനെ മികച്ച പഠന കേന്ദ്രങ്ങളായി മാറ്റുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് PM ശ്രീ പദ്ധതി. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പേര്. കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള ഏതാണ്ട് 14,500 സ്കൂളുകളെയാണ് സമഗ്രമായി നവീകരിക്കാൻ പോകുന്നത്. സ്മാർട്ട് ക്ലാസ് മുറികൾ, ആധുനിക സാങ്കേതിക വിദ്യകൾ, ലാബ്, ലൈബ്രറി, കായിക സൗകര്യങ്ങൾ തുടങ്ങിയവ ഒരുക്കും. ഈ പദ്ധതി പ്രകാരം തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾക്ക് 5 വർഷത്തേക്ക് 1 കോടി രൂപ വരെ കിട്ടും. സതീശൻ പറഞ്ഞു PM ശ്രീ നടപ്പാക്കും. ലീഗാരോട് പറഞ്ഞു പോയി പണി നോക്ക്. ഈ ധൈര്യത്തോടുകൂടി കേരളത്തെ ഭരിക്കുവാനുള്ള ഒരു അവകാശം ഈ കേരള ജനത സതീശന് നൽകി. അതാണ് ഞാൻ പറഞ്ഞത്, കേരള ജനത എന്തുകൊണ്ടും പ്രബുദ്ധരാണ്. സന്ദർഭത്തിനൊത്തുയരാൻ, കാലോചിതമായി പ്രവർത്തിക്കാൻ, മൂലയിൽ ഇരുത്തേണ്ടവനെ അവിടെ ഇരുത്താനും, അഴിമതിയിൽ മുങ്ങിക്കുളിച്ചവനെ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ കൊണ്ടുവരത്തക്ക സാഹചര്യം സൃഷ്ടിക്കാനും എല്ലാം കഴിയുന്ന ജനതയാണ് കേരള ജനത. അത് ഒരിക്കൽ കൂടി ഈ ജനതയുടെ ശക്തിയും സാമർഥ്യവും കേരളം പ്രബുദ്ധ കേരളമാണെന്നുള്ള യാഥാർത്ഥ്യം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്.